ഫുള്ള് പൊടി അഴുക്കൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതേ കണ്ടോ, ഞാൻ അന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതാണ്. ഇപ്പോൾ ഫുൾ അലമ്പായി. ഇപ്പോൾ അകത്ത് നമുക്ക് വെൽഡിംഗ് ഒക്കെ നടക്കുകയാണ്. അതായത് നമ്മുടെ സ്റ്റെയറിൻ്റെ സൈഡൊക്കെ ഇല്ല, അതൊക്കെ ഇങ്ങനെ ഇരുമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഹസ്ബൻഡ് അവിടെ നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ വാതിലൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വാതിലിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ മരത്തിൻ്റെ കുറേ പൊടികൾ അത് കിടക്കുന്നുണ്ട്. പിന്നെ വെൽഡിങ് ചെയ്യുന്നതിൻ്റെ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളും അവരത് മുറിക്കുമ്പോൾ ഉള്ള പൊടികളും ഒക്കെ ആയിട്ട് കുറേ അങ്ങനെ ഇരുമ്പിൻ്റെ പൊടികൾ പോലത്തെ അങ്ങനത്തെ കുറേ പൊടികൾ അതങ്ങനെയുണ്ട്. അങ്ങനെ ഫുള്ള് മൊത്തത്തിൽ അലമ്പായി കിടക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ ഭിത്തിയിൽ നമ്മുടെ ജനലിൻ്റെ കമ്പികളിലെ ഇടയിലുള്ള കുറേ കമ്പികൾ അങ്ങനത്തെ സാധനം അതിലൊക്കെ നിറയെ പൊടികളാണ്. അതെനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. കാരണം നമുക്ക് ഹൗസ് വാമിങ് ആകുമ്പോൾ നല്ല പണിയായിരിക്കും. എന്തോരം ക്ലീൻ, നമ്മൾ മുക്കും മൂലയൊക്കെ ഫുൾ ക്ലീൻ ചെയ്യണം. നമ്മുടെ കൈ ഇപ്പോൾ ഭിത്തിയിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ പൊടികൾ ഇങ്ങനെ പറന്ന് പറ്റി പിടിച്ചൊക്കെ ഇരിക്കില്ലേ, അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല. അതെങ്ങനെ ഇപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുക, ഞങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്യാനേ ഉള്ളൂ. ക്ലീൻ ചെയ്യാനാണെങ്കിൽ തന്നെ ഞങ്ങൾ രണ്ടും വേണം ചെയ്യാൻ. അന്ന് തന്നെ വന്നിട്ട് കുറേ പൊടി ഉണ്ടായിരുന്നു. ഒരു വിധത്തിലാണ് അതൊക്കെ ഒതുക്കിപ്പറക്കി വെച്ചത്. ഞാൻ വന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണി തുടങ്ങി കേട്ടോ. എല്ലാ മുറിയിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് അടിച്ച് വാരി, അത്ര ക്ലീനായിട്ടല്ല, കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ വേസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞിട്ട് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. പേപ്പറുകളും പിന്നെ മരത്തിൻ്റെ പൊടികളും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പണിക്കാരെ ഇച്ചിരി കുറച്ച് നേരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന ടൈമിലായിരിക്കും ഞാൻ പോയിട്ട് അടിച്ച് വാരി എല്ലാം വാരി പുറത്തേക്ക് കളയുന്നത്. അല്ലെങ്കിൽ ആകെ അലമ്പായി കിടക്കില്ലേ. അപ്പം കുറച്ച് കൊണ്ടുപോയി ക്ലീനാക്കി. ഞാനങ്ങനെ ഒരുവിധമൊക്കെ ഒന്ന് ക്ലീനാക്കി. അത്ര ക്ലീനല്ല, എന്നാലും ഒരുവിധമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു മനസ്സിനൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ഞാനതെപ്പോഴും വിചാരിക്കും, നല്ല ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. കാരണം നമ്മൾ താഴെ വൈറ്റ് ടൈലാണ് ഒട്ടിച്ചേക്കണേ, അതിലൊരു ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല വൈറ്റാണ്. അതുകൊണ്ട് റൂമിനുള്ളിലും ഹാളിലും എല്ലായിടത്തും നമ്മൾ വൈറ്റാണ്. അപ്പം അതുകൊണ്ട് നല്ലോണം വെട്ടം കിട്ടും റൂമിലേക്ക്. ഭിത്തിയും വൈറ്റ് കളറായതുകൊണ്ട് നല്ല വെട്ടം കിട്ടും. വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും 4 മണിയായി. അപ്പോൾ 4 മണിക്ക് അവർക്ക് ചായ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പണി ചെയ്തല്ല